എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് വായിച്ചിരിക്കുന്ന പിഹാൻ അങ്ങോട്ടേക്ക് വരുന്ന മിൻ തന്റെ തോക്കെടുത്ത ടേബിളിൽ വെച്ച് ഈ നീതി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് കഷ്ടപ്പാടാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നതാണോ നിന്റെ നീതി എന്ന് പിഹാൻ ചോദിക്കുന്നത് കേൾക്കാം. ഈ മിന്നിനൊരു പുതിയ ക്ലയന്റിന്റെ വർക്ക് കിട്ടിയിരിക്കുവാണ്. ചെറിയ തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ബിസിനസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരാണെങ്കിൽ ഇവരുടെ ഈ ഗ്രൂപ്പിന് ഇട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് നോ റീസൺ എന്നാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ മറ്റുള്ളവരെ തല്ലിച്ചതയ്ക്കുന്നു. എന്ത് നല്ല പേരാ ഈ നോ റീസൺ എന്ന് മിൻ പറയുമ്പോൾ കട്ടായിട്ട് ഇപ്പൊ സെയോണിനെയും കൂട്ടി വീട്ടിലോട്ട് വന്നിരിക്കുവാണ് ഗാമി. പുറത്ത് തന്നെ അവനെയും കാത്ത് അവന്റെ അമ്മ നിപ്പുണ്ട്. ഇവന് വീട്ടിൽ കയറാനായിട്ട് അമ്മ കൊടുത്തിട്ടുള്ള സമയം കഴിഞ്ഞുപോയി. സെയോന്റെ ഡ്രസ്സിലെ ചോരയും ചെളിയും ഒക്കെ കാണുമ്പോഴേ എന്തോ പ്രശ്നത്തിലായിരുന്നു ഇവരെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ലേറ്റ് ആയെന്നത് മാത്രമല്ല ഫോണും ഓഫാക്കി വെച്ചു. നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നോ? നാളെ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ ആവാൻ ഒരുങ്ങിക്കോ എന്നും പറഞ്ഞ് ഇവന്റെ അമ്മ അകത്തേക്ക് കയറിപ്പോ. ഇപ്പൊ റൂമിലെത്തുമ്പോൾ ഗാമിൻ ഇങ്ങനെ സെയോനോട് പറയുവാണ്, ഞാൻ പോകുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് നീ നന്നായിട്ട് നോക്കണം, എന്റെ കുറവ് നീ നികത്തണോന്നൊക്കെ. നിന്റെ അമ്മ നേരത്തെ ട്രാൻസ്ഫർ ആവാൻ പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ അത് നിന്റെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ എന്ന് സെയോൺ ചോദിക്കുമ്പോൾ, നിനക്ക് എന്റെ അമ്മയെ അറിയാത്തത് കൊണ്ടാ. എന്റെ അമ്മ എന്തെങ്കിലും കാര്യത്തിൽ റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന അർത്ഥം. പണ്ട് ചെറുപ്പത്തില് അമ്മ ഇവന്റെ അടുത്ത് വന്ന്, അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവാൻ പോവാ, നീ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരുന്നു. നീ പഠനത്തിൽ മോശമാണെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല, നീ നല്ലൊരാളായിട്ട് വളരണം എന്നത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് മോശം പ്രവൃത്തിയിലൊന്നും നീ ഇൻവോൾവ് ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഇപ്പൊ ഇവന്റെ അമ്മ റൂമിലോട്ട് വന്ന് വെറുതെ സംസാരിച്ചിരിക്കാതെ ഉറങ്ങെന്നും പറഞ്ഞൊരു പേപ്പർ ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. ഇത് നിനക്ക് ട്രാൻസ്ഫർ ആകാനുള്ള സ്കൂളുകളുടെ ലിസ്റ്റാണ്. രാവിലെ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പറയും. ഇപ്പൊ സെയോണോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞിട്ട് അവൻ കിടക്കാത്തത് കൊണ്ട് തന്നെ ഇവന്റെ കൂടെ താഴെ വന്ന് കിടക്കുവാണ് ഗാമി. ലീമിസ് പണ്ട് ഇവന്റെ ട്യൂഷൻ ടീച്ചർ ആയിരുന്നു എന്ന കാര്യമൊക്കെ സെയോൺ അറിയുന്നത് ഇപ്പോഴാണ്. എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാകുന്നില്ല. നിന്റെ അമ്മ നിന്നെ പഠിത്തത്തിൽ മുന്നിലെത്താൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നെപ്പോലെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യവും നിനക്കില്ല. എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ മാർക്കിൽ ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്നതെന്ന് സെയോൺ ചോദിക്കുമ്പോൾ ഗാമിന്റെ മനസ്സിലേക്ക് പണ്ടത്തെ ഒരു ദൃശ്യം കടന്നു വരുന്നുണ്ട്. ഒരുപാട് മീഡിയാസ് ഇവന് ചുറ്റും കൂടി. മോന്റെ അച്ഛൻ വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലോ നേടിയിരിക്കുന്നത്. അച്ഛന്റെ അതേ പാതയാണോ മോനും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള എക്സാമിൽ തോറ്റ പേപ്പർ അവൻ ഇങ്ങനെ മറച്ചു വെക്കുവാണ്. രാത്രി അമ്മ അച്ഛനോട് ഇങ്ങനെ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അവന് നിങ്ങളിങ്ങനെ ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്നത് നിർത്ത്. നിങ്ങളെപ്പോലെയുള്ള ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഗാമിന് പറ്റില്ല എന്നൊക്കെ പറയുന്നത് നമ്മളിൽ ആളുകൾക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ വളരെ സങ്കടകരമാണ്. ഇത് ഗാമിൻ പറയുമ്പോൾ സെയോണിനും ഇത് വളരെ റിലേറ്റ് ചെയ്യാമായിരുന്നു. കാരണം സെയോണിന്റെ കാര്യത്തിൽ അവന്റെ അച്ഛനും ഒരു പ്രതീക്ഷയില്ലല്ലോ. കെട്ടാകുമ്പോൾ രാവിലെ തന്നെ ഗാമിന്റെ കൂടെ വന്ന് TC വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പ്രിൻസിപ്പളിനോട് സംസാരിക്കുകയാണ് അവന്റെ അമ്മ. ഇവൻ പോകുന്ന വിവരം സെയോണിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞ് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പും പ്രിൻസിപ്പളിന്റെ റൂമിന്റെ മുന്നിൽ കൂടിയിട്ടുണ്ട്. എടാ അവ ശരിക്കും പോവോ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ഇവരിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോൾ യൂസോങ് ഹൈ എന്ന് പറയുന്നത് ഏറ്റവും മോശം ഗ്രേഡ്സ് ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ യൂസോണിൽ നിന്നുള്ള ഒരു കുട്ടിയെയും ഈ അഞ്ചോൺ സിറ്റിയിലുള്ള ഒരു സ്കൂളുകാരും ഏറ്റെടുക്കില്ല. മാത്രമല്ല മറ്റു സ്കൂളുകൾ നമ്മളുടെ കരിക്കുലം അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഏതെങ്കിലും ടെക്നിക്കൽ സ്കൂൾ നോക്കുക. എന്നാൽ ഈ സിറ്റിയിലുള്ള അടുത്ത ടെക്നിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് സ്വന്തമാണ്. ഇനി അവനെ അങ്ങോട്ടേക്ക് എങ്ങാനും മാറ്റുമോ? നീ അവന്റെ മാർക്കിനെ കുറിച്ച് മറന്നുപോയോ? ഇവരാണെങ്കിലും ആദ്യമായിട്ട് ഗാമിന്റെ മാർക്കിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കുവാണ്. ഈ സമയം ഗാമിന്റെ അമ്മ ഇവനെ കൊണ്ട് പുറത്തേക്ക് വരും. ഗാമിനോട് അവന്റെ അമ്മ പറയുവാണ്, അഞ്ചോണിലെ സ്കൂളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ സോളിലോട്ട് പോവാന്ന്. ഈ ടെസ്റ്റ് പാവം നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മോശം സ്റ്റുഡൻസ് അല്ല എന്ന് അവന്റെ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് പറയുവാണ് സെയോ. ഇത് കേൾക്കുന്ന ജൂൺ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൂഫ് ടോപ്പിൽ നിന്ന് എടുത്ത് ചാടാം, നിങ്ങൾ എന്നെ വന്ന് രക്ഷിക്ക്, അവനൊരു ഐഡിയയും കൊണ്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ് ചെയ്യും. ഇപ്പോഴാണ് ഇവർ മുന്നിലായിട്ട് എടുത്ത് സിഗരറ്റും വലിച്ചു നിൽക്കുന്ന കാര്യം കാണുന്നത്. ഇതെങ്ങാനും ഗാമിന്റെ അമ്മ കണ്ടാൽ തീർന്നു. നാലും കൂടെ ഓടി അവനെ ബ്ലോക്ക് ചെയ്ത് സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ഒക്കെ അടിച്ചു വെക്കുകയാണ്. എന്നാൽ അതുവഴി വരുന്ന ഗാമിന്റെ അമ്മയാണെങ്കിൽ താഴെ മൊത്തം സിഗരറ്റ് കിടക്കുന്നത്. എന്നാൽ ഒരു ടീച്ചർ പോലും അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞു പോകുമ്പോഴാണ് താഴെ കിടക്കുന്ന കൊട്ടക്കണക്കിന് സിഗരറ്റ് കുറ്റികളുടെ കാര്യം ഇവർ കാണുന്നത്. ഇവർ വന്ന് കാതെ കയറുന്നതും സ്റ്റഡി ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് ഓടി വന്ന്, അത് ആന്റി പിന്നെ ദേ ഇവനെ നോക്കിയേ, ഇവൻ എന്ന് നല്ല മാർക്ക് കിട്ടാറുണ്ട്, സ്കൂളിൽ തന്നെ സെക്കൻഡ് പൊസിഷൻ ഇവനാ എന്ന ഗാമിന്റെ അമ്മയാണെങ്കിൽ അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? സ്കൂളിലെ മാർക്കൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ഇപ്പൊ നേരെ ജൂൺ ആണെങ്കിൽ ഞങ്ങൾക്ക് ഗാമിനെ വേണം, അവനെ ഞങ്ങൾക്ക് തരണം. എന്റെ പേര് ലീജൂൺ, ഞാൻ ഗാമിന്റെ എതിരാളിയാ. യൂസോങ്ങിലെ തന്നെ സ്ട്രോങ്സ്റ്റ് മാൻ ആവാൻ എനിക്ക് അവനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ഇവന്റെ വാ പൊത്തിപ്പിടിച്ച് ജീവ എടുത്ത് മാറ്റും. ഒരു വഴിയില്ല അവന്റെ അമ്മ അവരെയും കൊണ്ട് പോകുമെന്നാകുമ്പോൾ ഹേവോൺ ആണെങ്കിൽ ചാടിക്കയറി, സത്യം പറഞ്ഞാൽ എന്റെ വയറ്റിൽ ഗാമിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നും പറഞ്ഞ് ഛർദ്ദിക്കുന്ന പോലെയുള്ള എക്സ്പ്രഷൻ കാണിക്കുവാണ്. ഇത് ഇനിയും കണ്ടോണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മേനോട് പോവാൻ വേണ്ടി പറയുവാണ് ഗാമി. ഇവര് പോകുന്ന സമയമായിരിക്കും അങ്ങോട്ടേക്ക് ലീമിസ് വരുന്നത്. ഇവര് നേരെ ചെന്ന് കാര്യം മൊത്തം ലീമിസിനെ അറിയിക്കും. മിസ് ഗാമിന് പണ്ട് ട്യൂഷൻ എടുത്തതൊക്കെയല്ലേ, അവന്റെ അമ്മയായിട്ട് പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പരിചയമുണ്ട്, പക്ഷെ അവന്റെ അമ്മ അങ്ങനെ എല്ലാവരെ പോലെ ഒരാളല്ല. എന്തായാലും നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യില്ല. ഇപ്പൊ പ്രിൻസിപ്പൾ വരുമ്പോൾ ടേബിളിലായിട്ട് എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നു. അവിടെ ഉള്ളൊരു സാധു പറയുമ്പോൾ ലീമിസ് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. എന്നാൽ പേപ്പർ തുറന്നു നോക്കുന്ന പ്രിൻസിപ്പൾ ആണെങ്കിൽ ഷോക്കായി, ഇവക്കെന്താ പ്രാന്താണോ എന്നും പറഞ്ഞു നിൽക്കുന്നത് കാണാം. കേട്ടാകുമ്പോൾ കാറിലിരിക്കുന്ന സമയം ഗാമിന് ഒരു മെസ്സേജ് വരികയാണ്. അത് സ്റ്റഡി ഗ്രൂപ്പ് ടീമിന്റെ അടുത്ത് നിന്നായിരുന്നു. അവിടെ തിരിഞ്ഞു നോക്കടാ
ഞങ്ങൾ നിന്റെ പിറകെ ഉണ്ടെന്നും പറഞ്ഞു നോക്കുമ്പോൾ ലീ മിസ് ഇവരെയും കൊണ്ട് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്സിന്റെ ഡ്രൈവിംഗ് സ്കില്ലിന് ഇവരെല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ജൂൺ. ഇപ്പൊ പെട്ടെന്നാണ് ഒരുത്തൻ ബൈക്ക് കൊണ്ട് ഇവരുടെ കാറിന് മുന്നിൽ വന്ന് നിർത്തുന്നത്. കാർ നിർത്തേണ്ട സമയം തന്നെ ജൂൺ ചാടി ഇറങ്ങുവാണ് വൊമിറ്റ് ചെയ്യാനായിട്ട്. ആ വന്നവന്റെ കൂടെ തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, കാങ് തേഹോയാണ്. ഗാമിനോട് മുട്ടാൻ വന്ന് ഗാമിൻ പണിത് വിട്ട ഒരുത്തനില്ലേ ലെവൻ. നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ജൂൺ ആണെങ്കിൽ എന്താ ഗാമിൻ ട്രാൻസ്ഫർ ആവാനാണോ നീ ആഗ്രഹിക്കുന്നത്? കാരണം നിനക്ക് അവനെ തല്ലി തോപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുന്ന കാങ് തേഹോ ആണെങ്കിൽ അവന് മനുഷ്യന്മാരെക്കാൾ ശക്തിയുണ്ട്, ഞാൻ എങ്ങനെ അവനായിട്ട് പിടിച്ചു നിൽക്കാനാന്ന് ചോദിക്കുവാണ്. എന്തായാലും നിന്റെ എക്സ്ക്യൂസ് കൊള്ളാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് എങ്ങനെ വന്നാലും നിന്റെ നമ്പർ 1 പൊസിഷനിലോട്ട് മാറാൻ പറ്റില്ല. കാരണം ഗാമിന് ശേഷം രണ്ടാമത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനാ. ഇവന്റെ തള്ളു സഹിക്കാൻ വയ്യാണ്ട് ഇവൻ എറിഞ്ഞു വീഴ്ത്തുവാണ് തേഹോ. ഇത് കണ്ട് ലീ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജിയോ അതിനെ സ്റ്റോപ്പ് ചെയ്ത് താൻ ഹാൻഡിൽ ചെയ്തോളാന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ജൂണിന്റെയും ജിയോന്റെയും ഫൈറ്റിംഗ് സ്കിൽസിൽ ലവന്മാര് പതറിപ്പോവും. എന്നാലും ചാടി എഴുന്നേറ്റ് പിന്നെയും അടി വാങ്ങാൻ വേണ്ടി വരുവാണ് തേഹോ. ഇത് ഒരു നടക്ക് പോവില്ലെന്ന് മനസ്സിലാക്കുന്ന ജൂൺ ആണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ലീഡർ ആണ് ഇപ്പൊ നമുക്ക് പ്രധാനം, അതുകൊണ്ട് നീ മിസ്സിനെയും കൂട്ടി പൊക്കോ, എന്നെ ഓർത്ത് പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരുപാട് ആളാവല്ലേ, നിനക്ക് ആ കാറിനകത്തിരിക്കാൻ പേടിയായിട്ടല്ലേ. തന്റെ കയ്യോടെ പൊക്കിയ ജീവനോട് ഇത് വേറെ ആരോടും പറയല്ലെന്ന് പറയാണിവൻ. ഇനിയും അടി വാങ്ങി കൂട്ടിയാ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നും പറഞ്ഞ് മിസ്സിനെയും കൂട്ടി ജിയോ അവിടെ നിന്ന് പോവാണ്. തേഹോയുടെ ബൈക്കും തെറിപ്പിച്ചാണ് ലീ അവിടെ നിന്ന് പോകുന്നത്. നീ ഒറ്റയ്ക്ക് ഞങ്ങളെ നേരിടാൻ പോവാണോ? നീ തോക്കുവടാന്ന് തേഹോ പറയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ തോൽക്കാം, പക്ഷെ അതിപ്പോ എനിക്കൊരു പ്രശ്നമല്ല, ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഫ്ലാഷ് ബാക്കിൽ ഇവനിങ്ങനെ അടികിട്ടി കിടക്കുമ്പോൾ ഗാമിൻ ഇവന്റെ അടുത്തേക്ക് വന്ന് ഫൈറ്റിന്റെ റാങ്ക് കൂട്ടാൻ നീ എന്തിനാ ഇത്രയും പ്രയത്നിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് എനിക്ക് എന്നെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടാനുണ്ട്. ഇത് കേൾക്കുന്ന ഗാമിനാണെങ്കിൽ ഇവനെയും കൂട്ടി പാർക്കിലേക്ക് ചെല്ലും. എന്നിട്ട് ഇവന്റെ അങ്കിള് ഇവന് പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് ടെക്നിക്സ് ഗാമിൻ ജൂണിന് പറഞ്ഞു കൊടുക്കും. അതിലൊരു ഫൈറ്റ് സീനിൽ യൂസ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ടെക്നിക്സിൽ ഈ ജൂൺ സെലക്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അങ്ങനെ തന്റെ ഫ്രണ്ട് ഗാമിന് നന്ദി പറഞ്ഞു അവൻ ആ ഒരു ടെക്നിക്ക് തേഹോയിൽ പ്രവർത്തിക്കും. എന്നാ പക്ഷെ ജൂൺ ഒരു കാര്യം മറന്നുപോയി, അവൻ ഗാമിനല്ലല്ലോ. പാവൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോവും. കെട്ടാകുമ്പോൾ ഗാമിനെയും കൊണ്ട് ഒരു പുതിയ വീട് വാങ്ങാനായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവന്റെ അമ്മ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് എത്തും. കയറി ചെല്ലുമ്പോൾ തന്നെ ഹെവോൺ ആണെങ്കിൽ ആന്റി ഞാൻ പ്രഗ്നന്റ് അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയുവാണ്. ഇവരെല്ലാവരും കണ്ട് നിങ്ങൾ ഇത്രയും ദൂരം ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് അതിശയത്തിൽ ചോദിച്ചു നിൽക്കുവാണ് ഗാമിന്റെ അമ്മ ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, എന്നാ ഇവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ സമയം തന്നെ ലീ മിസ്സും അങ്ങോട്ടേക്ക് വരും. മിസ്സിനെ ഓൾറെഡി ഇവന്റെ അമ്മയ്ക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു കഫേയിലിരുന്ന് സംസാരിക്കും. നിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എന്നെ കണ്ടുമുട്ടുമ്പോൾ തന്നെ വീണ്ടും പിരിയാനാണ് നമ്മുടെ വിധി. എനിക്ക് സന്തോഷമുണ്ടെന്ന് ഈ ഗാമിന്റെ ടീച്ചറായതിന്. എന്ന് എനിക്ക് ഗാമിനെ ഒരു വയലൻസ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ. ഇത് കേൾക്കുന്ന ലീ പെട്ടെന്ന് പറയുവാണ് എന്തിനാണ് അതിനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്നോട് ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു തോക്കുന്നുണ്ടോ ഇൻജസ്റ്റിസ് കണ്ട അതിനെ ഫൈറ്റ് ചെയ്ത് മാറ്റാനായിട്ട്? ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ നമ്മളൊരു എപ്പിസോഡിൽ കണ്ടില്ലേ ലീ വന്ന് പറയുന്നത് പോലെ തന്നെ പണ്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്ന ഒരു ടീച്ചറെ. ആ ടീച്ചറുടെ മരണാനന്തര ചടങ്ങിൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുവാണല്ലേ. വല്ലാണ്ട് വിഷമിച്ച് തളർന്നിരിക്കുന്ന ഇവളുടെ അടുത്തേക്ക് ഗാമിന്റെ അമ്മ വരുന്നുണ്ട്. ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാമിന്റെ ഇന്റർവ്യൂ എന്നല്ലേ, നീ ഗിവ് അപ്പ് ചെയ്യാൻ പോവാണോ എന്ന് ഇത് കേൾക്കുന്ന ലീ ആണെങ്കിൽ എനിക്ക് മിസ് വൂനെ പോലെ ഒരു ടീച്ചർ ആകണമായിരുന്നു, എന്നാ ഇനിയിപ്പോ അതിലൊരു പ്രസക്തിയില്ല. എന്നാ ഗാമിന്റെ അമ്മ പറയും നമുക്ക് ഇവരെ ഇനി കാണാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് നിനക്ക് അവരെ പോലെ ഒരു ടീച്ചർ ആയിക്കൂടാ? ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കിനെ തുടർന്നാണ്. ഞാൻ പറയുന്നത് ശരിയാണ്, യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂള് ഒരു നല്ല സ്കൂളേ അല്ല. ഗാമിന് ഒരു നല്ല എൻവയോൺമെന്റ് പഠിക്കാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. എന്നാൽ കുട്ടികൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇപ്രാവശ്യം നമുക്ക് അവരിലെ വിശ്വസിക്കാം. ഗാമിനും ഇവരും ചേർന്നൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ പോലെയുള്ള കുട്ടികളാൽ ആ സ്കൂള് ഭാവിയിൽ ഒരു നല്ല സ്കൂളായി മാറും, അതിന് ഞാൻ ഉറപ്പു തരുന്നു. ഇത് കേൾക്കുന്ന ഇവന്റെ അമ്മയാണെങ്കിൽ ഗാമിൻ താൻ ഈ സ്കൂളിൽ നിന്ന് നന്നായിട്ട് മാർക്ക് വാങ്ങി ഒരു വലിയ കോളേജിൽ ചേരൂന്ന് പറയുന്നതോ ട്രാൻസ്ഫർ ആകാൻ ഒരുങ്ങി നിൽക്കുന്ന ഇവനെ എത്ര കഷ്ടപ്പെട്ടും തടയുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഓർക്കുവാണ്. ചെറുതായി ഒന്ന് മനസ്സ് മാറി വരുമ്പോഴാണ് കുറെ റൗഡികൾ ആ കഫേയും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്മാരുടെ ലീഡർ മിന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഇവിടെ ഉണ്ടോ? പക്ഷെ ഗായ്സ് എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. ലിഹാൻ നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇവൻ ലീയോട് വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് ജിയും ടീമും. ഇപ്പൊ ലീ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പൊ ഒരു പാരന്റുമായിട്ട് സംസാരിച്ചിരിക്കുക എന്നത് കേട്ട് ദേഷ്യത്തിൽ മിൻ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. ഇപ്പൊ ലീക്ക് മനസ്സിലാക്കും എന്താണ് ഇവന് വേണ്ടതെന്ന്. പിഹാന്റെ എന്തെങ്കിലും കാര്യമാണോ? ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണോ നിങ്ങൾ ഇവിടെ വരാനുള്ള കാര്യം? ചിലപ്പോ അതായിരിക്കണം എന്ന് പറയുന്ന മിന്നിനോട് തനിക്കിപ്പോ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുവാണില്ലേ. അപ്പൊ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഉദ്ദേശമില്ല. ഇനി ഇവിടെ എന്ത് നടന്നാലും യൊൻബെ ഗ്യാങ് കവർ ചെയ്തോളൂ. അപ്പൊ ഗായ്സ് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒരുത്തൻ ലീയെ അടിക്കാനായിട്ട് വരുന്നതും അവനെ നേരിടാനായിട്ട് ഗ്ലാസ് ഒക്കെ ഊരി വെച്ച് ചെല്ലുവാണ് ഗാം. എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്റ്റെക്കായി പോകും. കാരണം ഈ വന്നവനെ ഒരൊറ്റ കിക്കിൽ ഇടിച്ച് താഴെ ഇട്ടിരിക്കുവാണ് ഗാമിന്റെ അമ്മ. ഇപ്പൊ മനസ്സിലായില്ലേ ഗാമിന്റെ DNA എവിടെ നിന്നാണെന്ന്? ഗാമിന്റെ അമ്മ ജോൺ കൊറിയൻ കരാട്ടെ അസോസിയേഷന്റെ ഡയറക്ടറാണ്. ഗാമിന്റെ അമ്മയുടെ ഫൈറ്റിംഗ് സ്കിൽസ് കണ്ട് സ്റ്റഡി ഗ്രൂപ്പിന്റെ കിളി പോവും. ലീ നിന്നെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നീ ഒരുപാട് മെച്ചോർഡായി. മിസ് വു നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ലവന്മാരെയെല്ലാം ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുവാണ് ഇവന്റെ അമ്മ.
കൂടെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീ പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ ഫ്രണ്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് മിന്ന് ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഭാഗ്യത്തിന് അവൾക്ക് കൊള്ളില്ല. രണ്ടാമത്തെ പ്രാവശ്യവും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗാമിന്റെ അമ്മ ലീയെ പെട്ടെന്ന് പിടിച്ച് മാറ്റുവാണ്. അങ്ങനെ ഷോട്ട് ഏൽക്കുന്നത് അവിടെയുള്ളൊരു ഗ്ലാസ്സിലാണ്. എന്നാൽ ഗ്ലാസ് ഇപ്പോൾ നേരെ തകർന്ന് ഗാമിന്റെ അമ്മയുടെ മേലേക്ക് വീഴും. അതിന്റെ ഇമ്പാക്റ്റിൽ ബോധമില്ലാതെ വീഴുന്ന ഗാമിന്റെ അമ്മയുടെ ദേഹത്തുനിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നത് കാണാം. എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ ഫ്രീസ് ആയിട്ട് നിന്നു പോവാണ് ഗാമി. അവിടെ വെച്ച് ബ്ലാക്ക് ഔട്ട് ആയി. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് എന്തോ തീരുമാനിച്ചുറപ്പിച്ചെന്ന രീതിയിൽ പോകുന്ന ഗാമി സ്കൂളിലെത്തി നേരെ വരുന്നത് പീഹാന്റെ അടുത്തേക്കാണ്. അവന്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം പീഹാനാണല്ലോ. ദേഷ്യത്തിൽ പീഹാനിന്റെ നേരെ ഓടി വരുന്നതും പകുതിക്ക് വെച്ച് അവന്റെ ശിങ്കിടികള് ഗാമിനെ സ്റ്റോപ്പ് ചെയ്യും. എനിക്കറിയാം നിന്റെ അമ്മ ഇഞ്ചോർഡ് ആയതിൽ നിനക്ക് ദേഷ്യമായിരിക്കുമെന്ന്. എന്ന് ഒരുപാടൊന്നും ചെയ്യാൻ നോക്കണ്ട, ഇതൊരു ശാപം പിടിച്ച സ്കൂളാ എന്നും പറഞ്ഞു പോകുന്ന പീഹാൻ അവൻ ആവശ്യത്തിന് കൈകാര്യം ചെയ്തേക്ക്. അതാകുമ്പോൾ അവന്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർ അഡ്മിറ്റ് ആകാം എന്നും ഇവന്റെ ശിങ്കിടികളെ പറഞ്ഞേൽപ്പിച്ചാണ് പോകുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇവന്റെ അടുത്തേക്ക് വന്ന പാർക്ക് ഇത് പീഹാൻ തന്നെ ആയിരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ലീമിസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തതായിരിക്കണം കാരണം. ഇത് കേട്ട് ഇത് താൻ വെറുതെ വിടില്ലെന്ന് പറയുന്ന ഗാമിനോട് നിനക്കൊരിക്കലും പിഹാനെ തൊടാൻ പറ്റില്ല, കാരണം അതിനേക്കാൾ മുന്നേ നിനക്ക് അവന്റെ 3 സെക്യൂരിറ്റി ഗാർഡ്സിനെ നേരിടേണ്ടി വരും എന്ന് മുന്നേ പാർക്ക് ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 പിഹാൻ നേരിട്ട് തെരഞ്ഞെടുത്തതാണ്. അതായത് അവർ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നർത്ഥം. ഒരു ചെറിയ ഫൈറ്റിൽ തന്നെ ഗാമിൻ അവരെ നിഷ്പ്രയാസം തോൽപ്പിച്ചിടും. അവരുടെ അടി കൊണ്ട് താഴെ കിടക്കുന്ന ഗാമിൻ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ചോരത്തിളപ്പ് മാത്രം പോരാ എന്ന് പണ്ട് അവന്റെ അങ്കിള് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ഗാമിൻ ഫൈറ്റ് ചെയ്യാനായിട്ട് വീണ്ടും എഴുന്നേൽക്കും. ഇവന് കിട്ടിയതൊന്നും പോരെ, വീണ്ടും വേണമെന്നും ചോദിച്ചു ഇവരെ വീണ്ടും ഇവനെ തല്ലാനായിട്ട് ഇറങ്ങുന്നത്. ഇപ്രാവശ്യം ഇവരെയെല്ലാം വളരെ നിഷ്പ്രയാസം ഗാമിൻ അടിച്ചു വീഴ്ത്തും. അതിന് അങ്കിള് പറഞ്ഞു കൊടുത്ത പല ടെക്നിക്കുകളും അവൻ യൂസ് ചെയ്യുന്നുണ്ട്. കൂടത്തി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഗ്രേ മുടിയനെയും തന്റെ ഫൈറ്റിംഗിലെ കഴിവ് ഉപയോഗിച്ച് ഗാമിൻ തോൽപ്പിക്കും. അങ്ങനെ ഗാമിൻ ഇപ്പം നേരെ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വരുവാണ്. അവിടെ പണ്ട് ഇവൻ ഒട്ടിച്ച സ്റ്റഡി ഗ്രൂപ്പിന്റെ ഒരു നോട്ടീസ് താഴെ കിടപ്പുണ്ട്. അതിൽ കുറെ പേര് പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുവാണ്, നിങ്ങളുടെ ലൈഫ് കളയണമെങ്കിൽ ഇത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. തങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിനെതിരെ വന്ന ആക്രമണവും താൻ കാരണം അമ്മ ഇപ്പൊ ക്രിട്ടിക്കലായി കിടക്കുന്നതും എല്ലാം ആലോചിച്ച് ഇതെല്ലാം താൻ കാരണമാണോ, താൻ ഈ സ്കൂളിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നോ എന്നൊരു കുറ്റബോധത്തിലാണ് ഗാമിൻ ഇപ്പോൾ ഉള്ളത്. ഹാളിലെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഒരു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ സ്റ്റുഡൻസിനോട് എല്ലാവരോടായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല, അത് ആ ആൾ എത്ര സ്ട്രോങ് ആണെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ കളിയാക്കുന്നത് പോലെ അസംബ്ലിയിൽ നിൽക്കുന്ന പിഹാൻ ചിരിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ ഗാമിൻ ഒരു കാര്യം ഉറപ്പാകും, തന്റെ ഫ്രണ്ട്സിനെ സഹായിക്കുന്നതോ ഒരു സ്കൂളിൽ പഠിക്കാൻ വരുന്നതോ ഒന്നും ഒരു തെറ്റല്ലെന്ന്. അവൻ നേരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന് പിഹാനിന്റെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കും. ഇത് കണ്ട എല്ലാ സ്റ്റുഡൻസും ഷോക്കായി നിൽക്കുവാണ്. ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഗാമിൻ പിഹാനിനെതിരെയാണ് കൈ ഉയർത്തിയുള്ളത്. അതവൻ വെറുതെ ഇരിക്കില്ല. ഗാമിന്റെ അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.